ദക്ഷിണാഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിന്റെ ഒരു മൂലയിൽ വരണ്ട പുൽമേടുകൾക്കിടയിലൂടെ ഒരു വൃദ്ധനായ സിംഹം മെല്ലെ നടക്കുകയാണ്. ഒരു കാലത്ത് ഈ സിംഹം ഒരു വലിയ കൂട്ടത്തിന്റെ രാജാവായിരുന്നു, അല്ലേ? ഒരുപാട് വേട്ടയാട്ടങ്ങളിൽ അവൻ തന്റെ ശക്തിയും ധൈര്യവും കാണിച്ചു. പക്ഷേ കാലവും ഒരുപാട് യുദ്ധങ്ങളും അവന്റെ ശക്തി കവർന്നെടുത്തു. അവന്റെ ആ മനോഹരമായ സ്വർണ്ണ നിറത്തിലുള്ള കുറ്റിമുടി ഇപ്പോൾ കുറഞ്ഞു, കുരുണ്ട്, നിറം മങ്ങി, കണ്ണുകൾ കുഴിഞ്ഞു, ക്ഷീണിച്ച ഒരു ഭാവം. പല്ലുകളോ ഏതാണ്ട് എല്ലാം കുഴിഞ്ഞുപോയി, ഒരു 2-3 എണ്ണം മാത്രം ബാക്കി. ശരീരത്തിൽ വാരിയെല്ലുകൾ വ്യക്തമായി കാണാം. തൊലിയിൽ ചിലയിടത്ത് വ്രണങ്ങൾ വന്നു തുടങ്ങി. ഓരോ ചുവടും അവന് ഭാരമാണ്. ചൂടും വരണ്ട പുല്ലും അവനെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നു. ഈ സിംഹത്തിന് ഇപ്പോൾ വേട്ടയാടാൻ കഴിവില്ല. യുവാക്കളും ശക്തരുമായ സിംഹങ്ങൾ അവനെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഒറ്റയ്ക്ക് ഒരുപാട് ദിവസങ്ങളായി അവൻ തന്റെ പഴയ പ്രദേശത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ്. ഇടയ്ക്ക് ഒരു ചെറിയ മുരൾച്ച വിളിക്കും, പക്ഷേ ആർക്കും മറുപടി കൊടുക്കാൻ തോന്നുന്നില്ല. വിശപ്പും ദാഹവും അവനെ വലയ്ക്കുന്നു. ചെറിയ കുളങ്ങളിൽ കുറച്ചു വെള്ളം കിട്ടുമോ എന്ന് അവൻ തിരയും. മാൻപേടകളെ പിന്തുടർന്ന് വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പല്ലുകൾക്കിനി ശക്തിയില്ല. അവന്റെ ശരീരത്തിലെ പാടുകൾ ഒരുപാട് യുദ്ധങ്ങളിൽ ജയിച്ച കഥ പറയുന്നു. പക്ഷേ ഇപ്പോൾ അവ പ്രകൃതിയുടെ ക്രൂരമായ നിയമത്തെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം. ഇങ്ങനെയൊരു സിംഹത്തെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ എന്താണ് തോന്നുക? ക്രൂഗർ പാർക്കിലെ സന്ദർശകർ ഈ സിംഹത്തിന്റെ ക്ഷീണിച്ച രൂപം ദൂരെ നിന്ന് കണ്ടു. ചിലർ ഫോട്ടോ എടുത്തു. അത് റേഞ്ചർമാരുടെ കയ്യിലെത്തി. തെമ്പ, സിഫോ എന്ന 2 ജീവനക്കാർ ഇതേക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. നമുക്ക് ഈ സിംഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കാം, അല്ലേ എന്ന് അവർ തീരുമാനിച്ചു. അവർ മരുന്നുകൾ, ഒരു ട്രാങ്കുലൈസർ ഗൺ, കുറച്ച് പച്ചമാംസം എന്നിവ എടുത്ത് പുറപ്പെട്ടു. ക്രൂഗർ പാർക്ക് വളരെ വലുതാണ്, അല്ലേ? അതുകൊണ്ട് സിംഹത്തെ കണ്ടെത്താൻ അവർക്ക് ഒരുപാട് സമയമെടുത്തു. വന്യമായ ഒരു സിംഹത്തെ അടുത്തേക്ക് പോകുന്നത് അപകടമാണ്. പക്ഷേ ഇവർക്ക് അവന്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. വെയിൽ കത്തുന്നു. അവരുടെ ഷർട്ട് വിയർപ്പിൽ കുതിർന്നു. സിഫോ മണലിൽ സിംഹത്തിന്റെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. തെമ്പ ചുറ്റും നോക്കി ആ പഴയ രാജാവിന്റെ രൂപം തേടി. ഒടുവിൽ കുറച്ചു മരങ്ങൾക്കിടയിലൂടെ സിംഹം തല താഴ്ത്തി ശ്വാസം വലിച്ച് ക്ഷീണത്താൽ വിറച്ചിരിക്കുന്നത് കണ്ടു. നമുക്ക് ഈ രംഗമൊന്ന് ഓർത്തുനോക്കാം, അല്ലേ? തെമ്പ ട്രാങ്കുലൈസർ ഗൺ ഉയർത്തി. സിംഹം പെട്ടെന്ന് ആക്രമിച്ചാൽ എന്തു ചെയ്യും എന്ന് തയ്യാറായി. പക്ഷേ അവന്റെ ആ ക്ഷീണിച്ച രൂപം കണ്ടപ്പോൾ തെമ്പയ്ക്ക് സംശയമായി. സിഫോ തെമ്പയുടെ തോളിൽ കൈവച്ചു പറഞ്ഞു, ഇവൻ വളരെ ദുർബലനാണ്. നമുക്ക് മറ്റൊരു വഴി നോക്കാം. അവർ മെല്ലെ അടുത്തേക്ക് നടന്നു. സിംഹത്തെ പേടിപ്പിക്കാതെ ശ്രദ്ധിച്ചു. സിംഹം അവരെ കണ്ടപ്പോൾ കണ്ണ് ചിമ്മി നോക്കി, പക്ഷേ അനങ്ങിയില്ല. സിഫോ മെല്ലെ സൗമ്യമായി വിളിക്കാൻ തുടങ്ങി. സിംഹം ആ ശബ്ദത്തോട് പരിചയപ്പെടട്ടെ എന്ന് കരുതി. തെമ്പ ഒരു കഷണം പച്ചമാംസം കയ്യിൽ പിടിച്ച് മെല്ലെ അടുത്തു. സിംഹം ആദ്യമൊന്ന് മൂക്ക് വിടർത്തി. മാംസത്തിന്റെ മണം അവന്റെ വിശപ്പിനെ ഉണർത്തി. ബാക്കിയുള്ള കുറച്ച് ശക്തി ഉപയോഗിച്ച് അവൻ കഴുത്ത് നീട്ടി മാംസം കടിച്ചെടുത്തു. ഇത് കണ്ടപ്പോൾ തെമ്പയും സിഫോയും ഒന്ന് ആശ്വാസം വലിച്ചു. നമുക്ക് കുറച്ചുകൂടി അടുക്കാം, അല്ലേ എന്ന് അവർ തീരുമാനിച്ചു. സിംഹം മാംസം തിന്നുമ്പോൾ തെമ്പ മെല്ലെ ഒരു മരുന്ന് കുത്തിവെച്ചു. അത് അവന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ. മരുന്ന് അല്പം ഫലിച്ചു. സിംഹം കുറച്ചുകൂടി ഉഷാറായി. വിശപ്പ് അവനെ കീഴടക്കി. 1 മാസമായി തിന്നാത്തതുപോലെ അവൻ മാംസം വിഴുങ്ങി. തെമ്പ പിന്നോട്ടു മാറി സിംഹത്തിന് സ്വതന്ത്രമായി തിന്നാൻ ഇടം കൊടുത്തു. സിഫോ അടുത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ തയ്യാറായി. നമുക്ക് ഒന്ന് ആലോചിക്കാം. ഒരു വന്യമൃഗം ഇങ്ങനെ മനുഷ്യരെ വിശ്വസിക്കുന്നത് അത്ഭുതമല്ലേ? സിംഹം പതിയെ അവരോട് വിശ്വാസം കാണിച്ചു. സാധാരണ സിംഹങ്ങളെപ്പോലെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല. തിന്നുകഴിഞ്ഞപ്പോൾ അവൻ തല ഉയർത്തി ശ്വാസം വലിച്ച് തെമ്പയെയും സിഫോയെയും ഒരു നന്ദിയോടെ നോക്കുന്നതുപോലെ തോന്നി. സിഫോ കുറച്ച് വെള്ളം കൊടുത്തു, അവന്റെ ദാഹം മാറ്റാൻ. 10 മിനിറ്റിനുള്ളിൽ അവർ അടുത്ത പദ്ധതി തുടങ്ങി. സിംഹത്തെ പാർക്കിന്റെ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. അവർ കാറിൽ നിന്ന് ഒരു ഇരുമ്പുകൂട് കൊണ്ടുവന്നു. അത് കുറച്ച് അകലെ വെച്ചു. സാധാരണ സുരക്ഷയ്ക്കായി ട്രാങ്കുലൈസർ ഉപയോഗിക്കും. പക്ഷേ ഇവർ അവന്റെ സ്വാഭാവിക പ്രതികരണം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തെമ്പ മാംസം കയ്യിൽ പിടിച്ച് മെല്ലെ നടന്നു. സിംഹം അതിനെ പിന്തുടരട്ടെ എന്ന് കരുതി. സിംഹം എഴുന്നേറ്റു, വിറച്ച് തളർന്ന്. ഓരോ ചുവടും ഒരു വലിയ പരിശ്രമം പോലെ. കൂടിനടുത്തെത്തിയപ്പോൾ അവൻ ഒരു നിമിഷം തെമ്പയെ നോക്കി, എന്തോ അനുവാദം ചോദിക്കുന്നത് പോലെ.
തെമ്പമെല്ലെ അവന്റെ തല തടവി നിനക്കിനി സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നതുപോലെ പെട്ടെന്ന് സിംഹം കൂട്ടിലേക്ക് ഇഴഞ്ഞുകയറി. തെമ്പയും സിഫോയും ഒരു വലിയ ആശ്വാസം നെടുവീർപ്പിട്ടു. സിഫോ കൂടിന്റെ വാതിലടച്ചു. ലോക്ക് ശരിയാണോ എന്ന് പരിശോധിച്ചു. അവർ പരസ്പരം നോക്കി ഒരു ചെറിയ ചിരിയോടെ നമുക്കിത് ചെയ്യാൻ പറ്റിയല്ലേ എന്ന് പറഞ്ഞതുപോലെ. സിംഹം കൂട്ടിൽ കിടന്നു, ശ്വാസം വലിച്ചു. ഇനി പിടയ്ക്കാൻ ശക്തിയില്ല. അവർ കൂട് ട്രക്കിൽ കയറ്റി വരണ്ട പുൽമേട്ടിൽ നിന്ന് പോകാൻ തുടങ്ങി. യാത്ര ശ്രദ്ധയോടെയായിരുന്നു. ട്രക്ക് പതിയെ ഓടിച്ചു, സിംഹത്തിന് വേദനിക്കാതിരിക്കാൻ. കൂടിനു മുകളിൽ ഒരു വല വിരിച്ചു, കടുത്ത വെയിലടിക്കാതിരിക്കാൻ. വഴിയിൽ ടൂറിസ്റ്റുകൾ ഈ വൃദ്ധനായ സിംഹത്തെ കണ്ട് അത്ഭുതപ്പെട്ടു. സിഫു മെല്ലെ വിശദീകരിച്ചു, ഞങ്ങൾ ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. പാർക്കിന്റെ പരിചരണ കേന്ദ്രത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ മറ്റ് ജീവനക്കാർ എല്ലാം ഒരുക്കിവെച്ചിരുന്നു. സിംഹത്തെ ഒരു പ്രത്യേക കൂട്ടിലേക്ക് മാറ്റി അവിടെ വൈക്കോൽ വിരിച്ച് മൂടി സുഖകരമാക്കിയിരുന്നു. വെറ്ററിനറി ഡോക്ടർമാർ വന്ന് സിംഹത്തെ പരിശോധിച്ചു. അവന് കടുത്ത പോഷകാഹാരക്കുറവുണ്ട്. തൊലിയിൽ ഒരുപാട് മുറിവുകൾ, ചിലത് ചികിത്സിക്കണം. അവർ ആന്റിബയോട്ടിക്കുകൾ കുത്തിവെച്ചു, മുറിവുകൾ കെട്ടി വേദന സംഹാരികൾ കൊടുത്തു. പല്ലുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് എല്ലാം ഉപയോഗശൂന്യമാണ്. തെമ്പയും സിഫോയും ഇതെല്ലാം നോക്കി നിന്നു, മനസ്സിൽ ഒരു വിഷമം. പക്ഷേ അവർക്കറിയാമായിരുന്നു ഈ സിംഹത്തിന് ഒരു അവസാന അവസരം കൊടുത്തിരിക്കുന്നു. നമുക്കൊന്ന് ആലോചിക്കാം, ഇങ്ങനെയൊരു മൃഗത്തിന് സ്നേഹവും പരിചരണവും കൊടുക്കുന്നത് എത്ര വലിയ കാര്യമാണ്, അല്ലേ? പാർക്കിന്റെ പരിക്കുപറ്റിയ മൃഗങ്ങൾക്കുള്ള സ്ഥലത്ത് സിംഹത്തിന് ഒരു പ്രത്യേക ഇടം കിട്ടി. എല്ലാ രാവിലെയും ജീവനക്കാർ മുറിവുകൾ വൃത്തിയാക്കി അണുബാധ പരിശോധിച്ചു. ഉച്ചയ്ക്ക് അവന് അരച്ച മാംസമോ മൃദുവായ ഭക്ഷണമോ കൊടുത്തു. ഇനി അവന് വേട്ടയാടേണ്ട, മറ്റു മൃഗങ്ങളെ പേടിക്കേണ്ട. അവന്റെ അവസാന ശക്തി ഉപയോഗിച്ച് വീണ്ടെടുക്കലിന് ശ്രമിച്ചാൽ മതി. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ സിംഹം പതിയെ തടിവെച്ചു തുടങ്ങി. രോമങ്ങൾ കുറച്ചുകൂടി മിനുസമായി. പഴയ രൂപം തിരികെ കിട്ടില്ല, പക്ഷേ അവന് സുരക്ഷയും പരിചരണവുമുണ്ട്. തെമ്പ ഇടയ്ക്ക് കൂടിനടുത്ത് വന്നിരുന്ന് സിംഹവുമായി സംസാരിക്കും. സിഫോ ഭക്ഷണത്തിന്റെ അളവ് ശ്രദ്ധിച്ചു, ആവശ്യമുള്ള പോഷകങ്ങൾ നൽകി. ചിലപ്പോൾ സിംഹം ദൂരേക്ക് നോക്കും, പഴയ പ്രദേശത്തെ ഓർക്കുന്നതുപോലെ. അവനൊരിക്കലും കൂട്ടത്തിലേക്ക് മടങ്ങില്ല, വീണ്ടും രാജാവാകില്ല. പക്ഷേ മനുഷ്യരുടെ കരുണ കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വിഷമം കുറഞ്ഞു. കേന്ദ്രത്തിൽ അവൻ തെമ്പയെയും സിഫോയെയും പരിചയപ്പെട്ടു. പേടി മാറി. ഇടയ്ക്ക് അവൻ അവരുടെ കയ്യിൽ തല ഉരസും, ഒരു ചെറിയ വിശ്വാസത്തിന്റെ ആംഗ്യമായി. വന്യജീവിതം ക്രൂരമാണ്, പക്ഷേ കരുണ ഒരു ചെറിയ അത്ഭുതം സൃഷ്ടിക്കുമല്ലേ? അങ്ങനെ തന്റെ അവസാന ദിനങ്ങളിൽ ഈ വൃദ്ധനായ സിംഹം സ്നേഹത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജീവിച്ചു. ക്രൂഗർ നാഷണൽ പാർക്കിൽ തന്റെ ധീരമായ യാത്ര അവസാനിപ്പിച്ചു.